ജീവിതത്തിൽ ഒരു ആഗ്രഹത്തോടെ പുറകെയാണ് ഇപ്പൊ പുറപ്പെട്ടോണ്ടിരിക്കണേന്ന്, അതായത് ഫിലിം സ്റ്റാർ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറകെയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തന്നെ മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പ്രിയ ചേച്ചിയോട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് എന്തിനാണ്? വഴക്കിടാതിരിക്കാൻ വേണ്ടിയാണോ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്റെ പ്രിയ ഒന്ന് വഴക്കിടാതിരിക്കാവോ എന്ന് പറഞ്ഞാണ് വഴക്കിടുന്നത്. എനിക്ക് പ്രിയ ചേച്ചി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണത് എന്തിനാണ്? പ്രിയോടല്ലേ എന്നോട്. എന്നാലും ചേട്ടൻ അറിയായിരിക്കുമല്ലോ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് മറുപടി പറഞ്ഞു. ഭർത്താവ് എന്ന നിലയ്ക്ക് മറുപടി പറയാൻ പറ്റില്ല. എന്നാലും ഭർത്താവിന്റെ റോളും കൂടെ ഉള്ള ആളാണല്ലോ. അതൊരു റോളല്ലല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. അതല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നെ ഇങ്ങനെ അറുത്ത് മുറിക്കുന്ന ഇന്റർവ്യൂ ഞാൻ തന്നെ ഇരുന്ന് കൊടുക്കുന്നത്. ഇസാക്ക് ലൈഫിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം എന്താണ്? കൊച്ചിന്റെ അച്ഛൻ. അതിനു മുമ്പ് ചാക്കോച്ചനായിരുന്നു, ഇപ്പൊ കൊച്ചിന്റെ അച്ഛനും കൂടി. അതാണ് ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം അല്ലേ? ശരി, സന്തോഷമായി ചേട്ടാ. അവരുണ്ടെങ്കിലും നന്നായിട്ട് എനിക്ക് മറുപടി തന്നിട്ട് എനിക്ക് സന്തോഷമായി. ഇസു മിക്കവാറും ചേട്ടനെ യേശുദാസ് ആക്കൂന്ന് പറയണ ഞാൻ കേട്ട്. അങ്ങനെയാണ് യേശുവിന് പാടി കൊടുക്കുന്ന ഒരു പാട്ട് പാടാം. ഞാൻ സാധാരണ അവനെ ഇങ്ങനെ എടുത്ത് എങ്ങനെയാണ് താഴോട്ട് പാട്ട് പാടാം. അപ്പൊ വീണയെ അങ്ങനെ എടുത്ത് പാടണമെന്ന് പറഞ്ഞാൽ എന്നാലേ ഫീൽ വരുള്ളൂ. ഞാൻ ഇറങ്ങി ഓടും. ആരാധകർക്ക് ചാക്കോച്ചന്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആരാധകന് ഒരു ആരാധികയ്ക്ക് ഞാൻ അല്ല അങ്ങനെ ഒരുപാട് ഒരു ആരാധികയ്ക്ക് പാട്ട് പാടി കൊടുത്തിട്ടുള്ളൂ. അത് ഭയങ്കര അബദ്ധമായി പോയി. അതിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്കറിയാം. ആ പുള്ളിക്കാരി വേറെ കല്യാണം കഴിച്ചു പോയി. അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണോ ചേട്ടന് ജീവിതത്തിൽ ഒരാൾ തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂല്? ഇന്നല്ലേ ഒരുപാട് പേര് തേച്ചിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല സമയമായി കുട്ടിക്ക് സമയം പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം എന്നും ഞാൻ കേട്ടു. അങ്ങനെയാണ് പെൺകുട്ടിക്ക് വെച്ചിരുന്ന ഒരു പേര് പറയാവോ? പെൺകുട്ടി ഉണ്ടോ? ഞാൻ പറയാം. എന്നാൽ ആ സമയത്ത് ഒരു 3-4 പേരുകൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവായിരുന്നില്ലേ? 2 പേരുടെ. അയ്യടാ, കൊറേ പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചു. അതെ, അതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ ഇന്റർവ്യൂ 4 കൊല്ലം 3-4 കൊല്ലം മുന്നോട്ടുള്ള ഒരു ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇരുന്ന് കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ പറയണ കേട്ടോ, ഇങ്ങനെ പല പേരുകളിൽ നിന്ന് പ്രിയയാണ് ഈ പേര് ചൂസ് ചെയ്തതെന്നൊക്കെ. പ്രിയയുടെ സജഷനിൽ പല പേരുകൾ അല്ല 4 കൊല്ലം മുന്നേ തൊട്ടുള്ള എല്ലാ ഇന്റർവ്യൂസും ഞാൻ കണ്ടായിരുന്നു. അല്ല, അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, ചേട്ടാ എന്തിനു ചേട്ടാ എന്നെ കൊല്ലാതെ വിടാൻ പറ്റുമോ? ഞാൻ കൊല്ലാതെ വിടാം, പക്ഷെ കാണുന്നവര് കൊല്ലാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ട് എങ്ങനെയാണെങ്കിൽ എറണാകുളത്തെ വീട് വെക്കാൻ ആഗ്രഹിച്ച് നടന്നാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ പെട്ടുപോയതെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ? എന്നിട്ട് റിയൽ എസ്റ്റേറ്റ് സഫലമായോ വീട് വെക്കൽ സഫലമായോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ നടന്നു? റിയൽ എസ്റ്റേറ്റിൽ നല്ല നഷ്ടമുണ്ടായി, വീട് ഇതുവരെ വെച്ചിട്ടില്ല. ആണോ? അത് ശരി. എനിക്ക് വന്ന ദുഃഖങ്ങളിൽ എനിക്ക് ഉണ്ടായ നഷ്ടവും ആഗ്രഹം നടക്കാതിരുന്നത് ഇയാൾക്ക് സന്തോഷമായി. അതെ, കാരണം ആദ്യമായിട്ട് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞത്. ചേട്ടൻ എന്നെ കൊല്ലരുത്.